നിങ്ങൾ സ്വർഗത്തെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ കൂടി മസ്കനാക്കിക്കോ. മസ്കൻ എന്ന് പറഞ്ഞാൽ വീട്. അപ്പൊ സ്വർഗത്തെ നിങ്ങൾ മസ്കനാക്കിക്കോ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു വീട് സ്വർഗമാണ്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ സന്തോഷത്തോടു കൂടി ഒരു വീട്ടിൽ കഴിയുന്നു. നമ്മുടെ ഈ കുറക്കോട് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഒരു വാപ്പ, ഒരു ഉമ്മ, അവരുടെ കുഞ്ഞു മക്കള്, അല്ലെങ്കിൽ വാപ്പ, ഉമ്മ, മരുമകൾ, മകൻ, അവരുടെ ഫാമിലി, അല്ലെങ്കിൽ മകൾ, മരുമകൻ, അവരുടെ ഫാമിലി, അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ദീനനുസരിച്ച് ജീവിക്കുന്നവരായാൽ ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ മരണപ്പെടുമ്പോ ജന്നാത്തു അദിനിൻ യദ്ഖുലൂനഹ. ഈ പറഞ്ഞ അദിൻ, ജന്നാത്തു അദിനിൻ, ഈ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, എവിടെ? ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞ എന്താണ്? വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദിൻ. ഏദൻ തോട്ടത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധ ഭവനം തരുമെന്ന് പറഞ്ഞു. ആ ഭവനത്തിൽ പോകാൻ കാരണം ജന്നാത്തു അദിനി യദ്ഖുലൂനഹ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. വിശുദ്ധ ഖുർആൻ. അവന്റെ കുടുംബം, ഭാര്യയാണെങ്കിൽ ഭർത്താവ്, ഭർത്താവാണെങ്കിൽ ഭാര്യ, മക്കള്, മാതാപിതാക്കൾ എല്ലാവരോടൊപ്പം സുഖമായിട്ട് അവര് സ്വർഗത്തിൽ താമസിക്കുമെന്നാണ്. അപ്പൊ അവിടെ പോകണമെങ്കിൽ ഇവിടെ നമ്മുടെ വീട് സ്വർഗമാകണം. നമ്മുടെ വീട് സ്വർഗമാകണം. അതിന് നമ്മുടെ വീട് ത്വയ്യിബത്താകണം. നമ്മുടെ ഭവനം ത്വയ്യിബത്താകണം. എന്റെ പ്രിയപ്പെട്ടവരെ, നാട് ത്വയ്യിബത്തായ പോരാ. നമ്മുടെ നാട് ത്വയ്യിബത്തായ പോരാ. നമ്മുടെ മണ്ണ് ത്വയ്യിബത്തായ പോരാ. നമ്മുടെ വീട്ടിന്റെ മുന്നിൽ നിൽക്കുന്ന വൃക്ഷം ത്വയ്യിബത്തായ പോരാ. ആ വൃക്ഷത്തിൽ തഴുകി തലോടി പോകുന്ന ഇളം തെന്നലാകുന്ന ആ കാറ്റുകൾ പരിശുദ്ധമായ പോരാ. നമ്മുടെ വീട് പരിശുദ്ധമാകണ്ടേ. പരിശുദ്ധമായ ഭവനം നാളെ അള്ളാന്റെ സ്വർഗലോകത്ത് ആ കുടുംബാദികളോടൊപ്പം നാളെ കിടക്കാൻ പറ്റുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വീടായി, ഒരു നാടായി, നാട്ടിലെ മണ്ണായി, ഒരു മനോഹരമായ വീടായി, വീടിന്റെ മുറ്റത്ത് മരങ്ങളായി, എല്ലാമായി. ഇനിയൊരു കല്യാണം കഴിക്കണ്ടേ? ഇനിയൊരു കല്യാണം കഴിക്കണ്ടേ? ഇനിയൊരു വിവാഹം കഴിക്കണം. അതിനെന്താ വേണ്ടത്? കഴിക്കാൻ പോകുന്ന പെണ്ണും ത്വയ്യിബത്താകണം. കഴിക്കാൻ പോകുന്ന പെണ്ണും. ഇത് എത്രയും ഖുർആനാണ് ഈ പറയുന്നത്. കഴിക്കുന്ന ഫുഡ് ഹലാൽ ഫുഡ് മാത്രമല്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാൻ, നിങ്ങൾ വിവാഹം കഴിക്കുന്ന പെണ്ണ് അതാകണം, ത്വയ്യിബത്താകണം. അതാണ് അല്ലാഹ് സൂറത്തുൻ നിസായിലൂടെ പറഞ്ഞത്. ഫൻകിഹൂ മാ ത്വാബ ലക്കും മിനൻ നിസാ മസ്നാ വസുലാസ വറുബാ ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലൂ ഫവാഹിദാ. അല്ലാഹ് പറയുകയാണ്, ഫൻകിഹൂ, നിങ്ങൾ നിക്കാഹ് കഴിക്കുക, മാ ത്വാബ ലക്കും, നിങ്ങൾക്ക് പരിശുദ്ധമായതിനെ. ത്വാബ എന്ന് പറഞ്ഞാൽ ത്വയ്യിബത്തായതിനെ. ത്വാബ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായതിനെ. സ്ത്രീകളിൽ നിന്ന് പരിശുദ്ധവതികളെ കല്യാണം കഴിക്കണം. ഗൗരവത്തോടെ കേൾക്കണേ, ഒരല്പം ഒന്ന് ശ്രദ്ധിക്കണം. ഇന്ന് പാർലമെന്റിൽ ഒരു തീരുമാനം വന്നോ ഇല്ലെന്ന് അറിയില്ല. വന്നാ എന്ത് പറഞ്ഞ്? 2 ദിവസം, 2 വർഷം, 2 വർഷം കഴിഞ്ഞ് ആസൂത്രണം ചെയ്യും. 2 വർഷം കഴിഞ്ഞിട്ട് ആ നിയമം പ്രാബല്യത്തിൽ വരൂ എന്ന് പറയുന്നു. രക്ഷപ്പെട്ടു. എന്താ കാര്യം എന്നറിയോ? പ്രസിഡന്റ് ഒപ്പിടണമെങ്കിൽ 2 വർഷം കഴിയണം. ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സമുദായം എത്ര വേദനിച്ചെന്നറിയോ? ഈ സമുദായത്തിന് 18 വയസ്സുള്ളപ്പോ കെട്ടിച്ചു വിട്ട് ബാധ്യത ഒഴിക്കണമെന്നുള്ളത് കൊണ്ടല്ല. 18 വയസ്സായി ഒരു പെണ്ണിന്റെ പ്രായത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് എത്ര വയസ്സാണ്? 17 to 18. അതാണ് എഴുത്തുകാരും ചിന്തകരും മുഴുവനും പറയുന്നത്. മധുര 21കാരി എന്ന് പറയില്ല. പറയുന്നത് എന്താ? മധുര 17 എന്ന് പറഞ്ഞ എന്താണ്? ആ പ്രായമാണ് നല്ല പ്രായം. പക്വതയില്ലെന്ന് ആര് പറഞ്ഞു? പക്വതയില്ലെന്ന് ആരാ പറഞ്ഞത്? ഇന്നത്തെ പെൺകുട്ടികൾക്ക് പക്വത വരുന്നത് 17ാമത്തെ വയസ്സിൽ. അവർക്ക് പക്വത വരില്ലേ? ആ പക്വത വരുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചയക്കുന്നതിനു വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനമെടുക്കുന്ന പ്രിയപ്പെട്ട വാപ്പ കഷ്ടപ്പെട്ട് തന്റെ പൊന്നുമോളെ നിക്കാഹ് കഴിപ്പിച്ച്, അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസൽ വന്ന് അതിനു വേണ്ടി പണിയെടുത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ
എത്ര മാതാപിതാക്കൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഒന്ന് നിക്കാഹ് കഴിച്ചെങ്കിലും വെക്കണം ഉസ്താദേ, അവർ തമ്മിൽ ഫോൺ വിളിയുണ്ട്, അവര് ഇടയ്ക്കൊക്കെ സ്കൂളിലും കോളേജിലും പോയി കാണുന്നുണ്ട്. അള്ളാഹു അറിയുന്ന രീതിയിൽ നമുക്കൂടെ അതിന് കാരണക്കാരായ നമുക്കൂടെ ശിക്ഷ കിട്ടൂലേ, അതുകൊണ്ട് നിക്കാഹ് കഴിപ്പിച്ചങ്ങ് വെക്കാം, കല്യാണം പിന്നെ നടത്താം എന്ന് പറഞ്ഞിട്ട് എത്ര മാതാപിതാക്കൾ നിക്കാഹ് കഴിപ്പിച്ചു വെക്കുന്നു. പെണ്ണുങ്ങൾ മോശക്കാരി ആയതുകൊണ്ടല്ല, മറിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ആ പെൺകുട്ടിയെ ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് അവളുടെ സുഖവിവരങ്ങൾ ചോദിക്കുന്ന പ്രതിശ്രുത വരൻ അവളെ വിളിക്കൽ നിഷിദ്ധമാണ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിക്കാഹ് കഴിപ്പിച്ചു വെക്കുന്നു പല വീടുകളിലും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ 21 വയസ്സ് വേണോന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഇവിടെ ഒരാൾ പ്രായപൂർത്തിയാകുന്ന പ്രായം 18ആണ്. വോട്ടർ പട്ടികയിൽ നമുക്ക് പേര് വരികയും വോട്ടവകാശം വരികയും ചെയ്തത് 18ാമത്തെ വയസ്സാണ്, അല്ലേ? 21 അല്ലല്ലോ, 18 വയസ്സായ ഒരു, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 21 വയസ്സ് വേണം വിവാഹത്തിന് എന്ന് പറയുന്നതിലുള്ള അതിന്റെ പിന്നിലുള്ള ഒരു അപ്രായോഗികത, അതാണ് ഈ പറയാൻ പോകുന്നത്. എന്താണെന്നറിയോ? 18 വയസ്സായ ഒരു പെണ്ണ്, കൊറക്കോടുള്ള ഒരു പെണ്ണ്, 18 വയസ്സായ കൊറക്കോടുള്ള ഒരു ചെറുപ്പക്കാരൻ, രണ്ടുപേരും ഇവിടെ ഈ വഴിയരികിൽ നിന്നുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനൊത്ത് എന്ത് ചെയ്താലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി നമ്മൾ കൊണ്ടൊന്ന് കേസ് കൊടുത്തെന്നിരിക്കട്ടെ, വാപ്പ കണ്ടിട്ട് കേസ് കൊടുത്തെന്നിരിക്കട്ടെ, കോടതിയിൽ വിളിപ്പിച്ചിട്ട് പെണ്ണിനോട് ചോദിക്കും, എന്തായി ചെയ്തത്? നിന്റെ ഇഷ്ടപ്രകാരം തന്നെയാണോ? അതെ, എന്റെ ഇഷ്ടപ്രകാരമാണ്. ശരി, പൊക്കോളൂ, ഇന്ത്യയുടെ നിയമം അതാ, നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു, സ്വയം ഇഷ്ടപ്രകാരം ചെയ്തതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ആ വാപ്പ കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നു. ഇനി ഈ വാപ്പ 18 വയസ്സായ മകൾക്ക് ഒരു വിവാഹാലോചന ഉണ്ടാക്കി, കഷ്ടപ്പെട്ട് ആരിൽ നിന്നൊക്കെയോ കടം വാങ്ങി 10 പവൻ ഉണ്ടാക്കിയിട്ട് ഈ മകളെ ഈ കുറക്കോട് പള്ളിക്കകത്ത് വെച്ച് കുറച്ച് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് പാവപ്പെട്ട ഉപ്പ ആ പൊന്നുമോളെ തനിക്ക് വേണ്ടി കണ്ടെത്തിയ പുതിയാപ്പയുടെ കൈ പിടിച്ചേൽപ്പിച്ചിട്ട് പൊന്നുപോലെ നോക്കണേ, പൊന്നുപോലെ നോക്കണേ, ഉസവ്വിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ, നിനക്ക് പറ്റില്ല എന്ന് കണ്ടാൽ ഈ കൊടുത്ത ചോറൊക്കെ ഞാൻ സഹിച്ചോളാം, നീ അടിച്ചു പൊട്ടിക്കാതെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കണം എന്നതിന്റെ അർത്ഥം. അങ്ങനെ ഒരു പെണ്ണിന്റെ വാപ്പ പെണ്ണിനെ ഒരു പുതിയാപ്പയുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നത് 18ാമത്തെ വയസ്സിലാണെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ വാപ്പാകത്ത് പോകും. ഇതേ പെണ്ണ് വേറൊരു പുരുഷനുമായിട്ട് എവിടെയെങ്കിലും സല്ലപിക്കുന്നത് കണ്ടാൽ വാപ്പ പരാതി കൊടുത്താലും വാപ്പാക്കെതിരെ വല്ല പെണ്ണിനെതിരെ കേസ് ഉണ്ടാവൂല. കാരണം സ്വന്തം ഇഷ്ടപ്രകാരം എന്തുമാവുന്ന കാലമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൽ എന്ത് യുക്തിയാണ്? അനുവദനീയമായ മാർഗത്തിൽ ഒരു പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള സൗകര്യം നിഷേധിക്കപ്പെടുന്നു. അതേപോലെ ആ പെണ്ണിന് 18 വയസ്സായി കഴിഞ്ഞാൽ ആരുമായിട്ടും എന്തുമാകാൻ കഴിയുന്നു എന്നൊരവസ്ഥ എത്തപ്പെടുന്നു. അങ്ങനെ ഒരു രാജ്യത്തിന് നിയമമുണ്ടായാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ആ വിഷയത്തിനെതിരെ, അല്ലാതെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം 21 വയസ്സ് വരെ നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് തടസ്സമുണ്ടെന്നോ അല്ലെങ്കിൽ നമുക്കെതിരെ ബാധ്യതയാണെന്നോ ഉള്ളതിന്റെ പേരിലല്ല, മറിച്ച് ആ പ്രിയപ്പെട്ട പൊന്നുമോളെ അനുവദനീയമായ മാർഗത്തിൽ അവളെ ഒരു മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആ ഒരു കടമ പൂർത്തീകരിച്ച് ആ പ്രിയപ്പെട്ട മകൾ നല്ലൊരു ജീവിതം കാണാനുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ്. അപ്പൊ നമ്മൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന പെണ്ണാരാകണം? ത്വയ്യിബത്താകണം. അതാണ് അല്ലാഹ് പറഞ്ഞത്, ത്വയ്യിബത്തായ നിലയിലുള്ള പെണ്ണുങ്ങളെ നീ വിവാഹം കഴിക്കണം. എങ്ങനെ? മസ്ന 2 എണ്ണം വേണോ? സുലാസ് 3 എണ്ണം വേണോ? റുബാ 4 എണ്ണം വേണോ? വെട്ടിക്കോ. നിങ്ങൾ ചെരുപ്പൊന്നും ഊരണ്ട പെണ്ണുങ്ങൾ ബാക്കി കൂടെ പറഞ്ഞോട്ടെ. 2 എണ്ണോ 3 എണ്ണോ 4 എണ്ണോ നിങ്ങൾക്ക് കെട്ടാം എന്ന് പറഞ്ഞാൽ നടന്ന് പെണ്ണ് കെട്ട് എന്നല്ല ഇതിന്റെ അർത്ഥം. ആ കാലഘട്ടത്തിൽ 10ഉം 200ഉം 400ഉം പെണ്ണിനെ കെട്ടുന്നവരോട് ഇസ്ലാം പഠിപ്പിച്ചു, നിങ്ങൾ അത്രയും കെട്ടരുത്, 1 കെട്ട്, വേണമെങ്കിൽ 2 എണ്ണം ആയിക്കോ, ഇനി അപ്പുറത്ത് വേണമെങ്കിൽ 3 എണ്ണം ആയിക്കോ, ഇനി അങ്ങേ അറ്റം വേണമെങ്കിൽ 4 എണ്ണം ആയിക്കോ, 5ാമതൊരു പെണ്ണിനെ നീ കെട്ടരുത്. ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലു, ഈ 2, 3, 4 എന്ന് പറഞ്ഞത് നീതിയോടെ നിനക്ക് അവരെ നോക്കാൻ പറ്റുമെങ്കിലാണ്, ഇല്ലെങ്കിൽ ഫവാഹിദ, ഒരു പെണ്ണിൽ നീ സംതൃപ്തനാകണമെന്ന് ഖുർആൻ.
എവിടെയാണ് ഇതിന്റെ അർത്ഥം? എവിടെയാണ് ഇതിൽ മോശമുള്ളത്? ഇസ്ലാം പറഞ്ഞത് 4 ഘട്ട. ഇന്നിപ്പോ ആളുകൾ പറയാ 4 ഘട്ട അനുവാദം കൊടുക്കുന്നു, 4 ഘട്ട അനുവാദം കൊടുക്കുന്നു. എടാ, ഒരു പെണ്ണ് കെട്ടുന്നതിലും അള്ളാഹു നിയമം വെച്ചു. എന്താ നിയമം എന്നറിയോ? ആഗ്രഹമുണ്ടോ പെണ്ണ് കെട്ടണോന്ന്? നിനക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രം പോരാ, ആരോഗ്യമുണ്ടോ? ഉണ്ട്, ആരോഗ്യമുണ്ട്. അത് മാത്രം പോരാ, കയ്യിൽ പൈസ ഉണ്ടാ മഹർ കൊടുക്കാൻ? ഉണ്ട്. എന്നാ നീ പോയി പെണ്ണ് കെട്ട്. അള്ളാഹുവേ, എനിക്ക് ആരോഗ്യമുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ മഹർ കൊടുക്കാനൊന്നുമില്ല എന്ന് നീ അധ്വാനിക്ക് പോയി പൈസ ഉണ്ടാക്കിയിട്ട് പെണ്ണ് കെട്ടിയാ മതി. ഇനി പൈസയൊക്കെ ഉണ്ട്, ആഗ്രഹമില്ല, പിന്നെ എന്തിനാ നീ പെണ്ണ് കെട്ടുന്നത്? ഇനി ആഗ്രഹമുണ്ട്, പൈസയുണ്ട്, പക്ഷേ ആഗ്രഹവും പൈസ ഒക്കെ എന്റെ കയ്യിലുണ്ട്, ആരോഗ്യമില്ല, എന്നാലും നീ പെണ്ണ് കെട്ടരുത്. എന്ത് വേണം? നിനക്ക് ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒന്നിൽ ഷർതൊക്കാതെ വന്നാൽ നീ മര്യാദയ്ക്ക് ആ പള്ളിക്കകത്ത് കയറി നോമ്പും പിടിച്ചിരിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഫഅലൈഹി ബിസ്സൗം. നീ നോമ്പ് പിടിച്ചുകൊണ്ട് നീ വീട്ടിനകത്ത് അടങ്ങി കഴിയണം. അത് നിനക്ക് നിന്റെ വികാരത്തിൽ നിന്ന് നിന്നെ മാറ്റിക്കളയുന്ന ഒരു പ്രക്രിയയാണ്. നോമ്പ് പിടിച്ച് നീ ഇബാദത്തെടുത്ത് നീ നിന്റെ വികാരത്തിൽ നിന്ന് മാറി നിൽക്കണം. ആരോഗ്യമില്ലെങ്കിലും കൊടുക്കാം മഹർ നിന്റെ കയ്യിലില്ലെങ്കിലും. ഇത് പറയുന്ന മുസ്ലിമീങ്ങളോട്, ഇസ്ലാമിനോട് പറയാണ്, നടന്ന് പെണ്ണ് കെട്ടാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നു എന്നല്ല. 100ഉം 200ഉം കെട്ടി സമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു അരുത്, അങ്ങ് അറ്റം പോയ 4. ഈ 4 പറയുന്നത് തന്നെ നിനക്ക് നീതിയോടുകൂടി, നീതി എന്ന് പറഞ്ഞാലേ നിസ്സാര കാര്യമല്ല. ഒളിച്ചു പോയി പെണ്ണ് കെട്ടുന്നവരെ സൂക്ഷിക്കണം. അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പെണ്ണ് വേറെ എവിടെയെങ്കിലും പോയി ഒരു പെണ്ണ് കെട്ടിയാൽ സൂക്ഷിക്കണം. രാത്രി ഓഹരിച്ചു കൊടുക്കുന്നതിൽ നിങ്ങൾ തുല്യത കാണിക്കണം. രാത്രി ഓഹരിച്ചു കൊടുക്കുന്നതിൽ, കഴിക്കുന്ന ഫുഡിൽ ഒരു പെണ്ണിന്റെ വീട്ടിൽ വേളയും മറ്റൊരുത്തിന്റെ വീട്ടിൽ വാളയും വാങ്ങിക്കൊടുത്താലും നീ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. ഒരു സംശയമില്ല. ഒരുത്തിയുടെ വീട്ടിൽ ചൂരയും മറ്റൊരുത്തിയുടെ വീട്ടിൽ പാരയും വാങ്ങിക്കൊടുത്താലും നിനക്ക് പ്രശ്നമാണ്. നീ നീതിയോടുകൂടി നീ വർത്തിക്കണം. കഴിക്കുന്ന ഭക്ഷണത്തിലും കിടക്കുന്ന കിടക്കയിലും നീ അവൾക്ക് കൊടുക്കുന്ന മറ്റുള്ള സൗകര്യങ്ങളിലൊക്കെ നീതി പുലർത്താൻ നിനക്ക് കഴിയോ? എന്നാൽ മാത്രമേ നീ ഒന്നിനപ്പുറത്തിനെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഫവാഹിദ, ഒരെണ്ണത്തിൽ നീ ഉറപ്പിക്കണം, നീ അത് അവസാനിപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മുടെ വിഷയം അതല്ല. എങ്ങനെയുള്ള പെണ്ണാകണം? ഫംഗിഹൂ മാ താബലകും മിനൻ നിസാ, പെണ്ണുങ്ങളിൽ ത്വയ്യിബത്തായതിനെ നീ കല്യാണം കഴിക്കണമെന്ന വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ വീട്ടിനകത്തെ ഭാര്യ വന്നു, ആ ഭാര്യ ത്വയ്യിബത്തായി, അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താണ്? ആ ഭാര്യയോടൊപ്പം തന്റെ ജീവിതത്തില് അള്ളാഹു 1 കൊല്ലം കഴിയുമ്പോ 9 മാസം 10 ദിവസം കഴിയുമ്പോ നിനക്ക് തരുന്നത് പൊന്നുമക്കളാണ്. ആ മക്കളും ത്വയ്യിബത്താകണമെന്ന മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആ പഠിപ്പിക്കുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. എന്തിനാ ദുആ ചെയ്തതെന്നറിയോ സഹോദരങ്ങളെ? ഒരു സന്താനത്തിന് വേണ്ടി സക്കരിയ നബി ദുആ രക്കുകയാണ്. ഖാല റബ്ബി ഹബിലി മിൻ ലദുങ്ക ദുർരിയതൻ ത്വയ്യിബാ. പടച്ചവനെ, ത്വയ്യിബത്തായ സന്താനത്തെ എനിക്ക് തരണേ അല്ലാ. അവിടെയും ത്വയ്യിബത്തിനെയാണ് പറഞ്ഞത്. വീട് ത്വയ്യിബത്തായ പോരാ, നാട് ത്വയ്യിബത്തായ പോരാ, മണ്ണ് ത്വയ്യിബത്തായ പോരാ, വൃക്ഷങ്ങൾ ത്വയ്യിബത്തായ പോരാ, വ്യക്തിത്വം ത്വയ്യിബായ പോരാ, കഴിക്കുന്ന ഭാര്യ ത്വയ്യിബത്തായ പോരാ, സന്താനങ്ങളും അങ്ങനെ ആകണം. അതുകൊണ്ടാണ് ദുആ ചെയ്തത്. റബ്ബി ഹബിലി മിൻ ലദുങ്ക ദുർരിയതൻ ത്വയ്യിബാ. പടച്ചവനെ, ത്വയ്യിബത്തായ ഒരു ദുർരിയത്തിനെ എനിക്ക് തരണേ അല്ലാ. ഇന്ന് മക്കള് പിഴച്ചു പോകുമ്പോൾ ദ്വാരക്കുന്നു അല്ലേ? എപ്പോഴാ ദ്വാരക്കേണ്ടത്? ദുആ ചെയ്യേണ്ടത് മക്കള് പിഴച്ചു പോകുമ്പോ ആ മക്കളെ കൈ പിടിച്ചിട്ട് നേരെ കൊണ്ടുവന്ന് ഉസ്താദിന്റെ മുമ്പിൽ എത്തിയിട്ട് പറയുന്നു, ഉസ്താദേ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ദ്വാരെന്ന് നന്നാക്കിത്താ, നിങ്ങളൊരു നൂലെങ്കിലും ഓതി കൊടുത്തിട്ടൊന്ന് നന്നാക്കിത്ത. ഇത് പറയേണ്ടത് മക്കള് കഞ്ചാവ് വെച്ച് നടക്കുന്ന പ്രായത്തിലല്ല. അടക്കയാണെങ്കിൽ നമ്മുടെ ഈ അരയിൽ വെക്കാം, പക്ഷെ അടക്ക മരമായ പിന്നെ വെക്കാൻ പറ്റൂല.
എന്ന് പറഞ്ഞാലും മക്കൾ പിഴച്ചിട്ടല്ല ദുആരക്കേണ്ടത്. സക്കരിയ നബി ദുആരന്നത് എപ്പോഴാണ്? ഹന്ന ബീവി മറിയം ബീവിക്ക് വേണ്ടി ദുആരന്നത് എപ്പോഴാണ്? സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ എന്ന പ്രവാചകന് വേണ്ടി ദുആരന്നത് എപ്പോഴാണ്? സക്കരിയ നബി തനിക്ക് വരാൻ പോകുന്ന പുത്രനെ പറ്റി ദുആരന്നത് ഭാര്യ ഗർഭിണിയായപ്പോഴല്ല, സഹോദരങ്ങളെ പ്രസവിച്ചതിന് ശേഷമല്ല, മക്കൾ വളർന്നു വരുമ്പോഴല്ല, വളർച്ച മുരടിക്കുമ്പോഴല്ല, മതപരമായി പിന്നോക്കം നിൽക്കുമ്പോഴല്ല, എപ്പോഴാണ് വിവാഹ പ്രായമെത്തുമ്പോ, വിവാഹം കഴിക്കുമ്പോ, ആ സമയത്ത് നീ ദുആരക്കണ റബ്ബി ഹബിലി ദുരിയതന ത്വയ്യിബാ, അല്ലാഹുവേ ത്വയ്യിബത്തായ സന്താനങ്ങളെ തരണേ അല്ലാ. എന്നാ നീയോ ദുആരക്കുന്നില്ല. നിനക്ക് വേണ്ടി ദുആരക്കുമ്പോഴെങ്കിലും ഒരു ആമീൻ പറ. അതാണ് നിക്കാഹിന്റെ സദസ്സുകളുടെ നോക്ക്. നിക്കാഹിന്റെ സദസ്സിൽ നോക്ക്, പുതിയാപ്പിളയെ കൊണ്ടിരുത്തിയിട്ട് എല്ലാം കഴിഞ്ഞ് കബുൽത്തും അതുപോലെ തന്നെ കബൂലും ഈജാബും ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മകളെ പിന്നെ എന്റെ മകളെ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ച് തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു സല്ലല്ലാഹു തആല വസല്ലം എല്ലാം പറഞ്ഞിട്ട് ഫാത്തിഹ ഫാത്തിഹ അടിച്ചിട്ട് ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വദത്തൈനിയും ഒക്കെ ഓതിയിട്ട് ഖതീബ് ദുആരക്കും. നമ്മൾ കരുതുന്നത് എന്താ? ഇത് മഹല്ലിന്റെ സംവിധാനത്തിന്റെ ഒരു മാമൂലാണത്രേ. ദുആ ചെയ്യാതെ ഇമാമ് സദസ്യത്തിന് വന്നു നോക്കട്ടെ. ആ പള്ളിയിൽ അടുത്ത ഇമാമ് സുബഹിക്ക് വേറെ ഇമാമ് വരും. നിക്കാഹിന്റെ വേദിയിൽ നിന്ന് ഇമാമ് ദുആരക്കാതെ ഇറങ്ങി വന്നു നോക്കട്ടെ, എന്താ സംഭവിക്കുക? ആ പള്ളിയിൽ വേറെ ഇമാമാകും. നീ അങ്ങനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വകുപ്പിന്റെ പള്ളിയായിരിക്കണം. ഈ അടുത്ത സമയത്ത് പറഞ്ഞ ഒരു നിക്കാഹിന് വിളിച്ചിരുന്ന സഹോദരൻ, ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാവൂല. അവൻ പറഞ്ഞു ഒന്ന് വന്നെങ്കിൽ കൊള്ളാം. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാവുമെങ്കിൽ വരാന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇല്ലാത്ത തന്നെ നന്നായി, ആകെ പ്രശ്നമായി. എന്തു പറ്റി? അവര് ദുആ ചെയ്യാത്ത കൂട്ടരാ. അവര് ഈ നിക്കാഹ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരറ്റ പോക്ക്, ഒരറ്റ ഓട്ടം. അവര് പുതിയാപ്പിളക്ക് പിന്നെ ഈ ദുആ എന്നാൽ എന്ത്, ചെയ്തില്ലെങ്കിൽ എന്ത്? എടാ നീയോ ദുആരക്കുന്നില്ല, റബ്ബി ഹബിലി ദുരിയത്തൻ ത്വയ്യിബ, നീ ദുആരക്കുന്നില്ല. എന്നാൽ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഇമാം ദുആരക്കുന്നത്? അല്ലാഹുവേ അല്ലാഹുമ്മ ഖ്രിജ് ലഹുമാ ദുരിയത്തൻ ത്വയ്യിബതൻ തൻഫഉ ലഹുമാ ഫിദ് ദുനിയ വൽ ആഖിറ, ആഖിറത്തിലും ദുനിയാവിലും ഉപകരിക്കുന്ന മക്കളെ നീ കൊടുക്കണേ ഈ രണ്ട് ദമ്പതികൾക്ക് എന്ന് പറഞ്ഞ് ദുആരക്കുമ്പോ ഏവ ഇങ്ങനെ ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല വായി നോക്കി ഇങ്ങനെ ഇരിക്കായിട്ട് പിന്നെ ഷൂവും കോട്ടൊക്കെ ഇട്ടിട്ട് ഏവ ഇരുന്ന് ഒന്ന് ആമീൻ ആത്മാർത്ഥ. നീയോ ചെയ്യുന്നില്ല, നിനക്ക് വേണ്ടി ചെയ്യുമെങ്കിൽ ഒരു ആമീനെങ്കിലും പറഞ്ഞൂടെ? ഇത് ഇങ്ങനെയാണ് ദുആരക്കുന്നതെന്ന് അറിയണ്ടേ? എനിക്ക് എന്റെ ഭാര്യയും ഞാൻ ഭാര്യയെ സ്വീകരിക്കാൻ പോകുന്ന ഇന്നത്തെ ദിവസത്തിൽ എനിക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ രാത്രികളിൽ ഞങ്ങൾക്ക് റബ്ബ് തരാൻ പോകുന്ന കുഞ്ഞ് സന്തോഷമുള്ള അനുഗ്രഹീതനായ കുഞ്ഞാകാൻ വേണ്ടിയിട്ടാണ് ഈ മൊയ്ലിയാരെ ദുആരക്കുന്നത് എന്ന സാമാന്യ ഓർമ്മയെങ്കിലും ബോധമെങ്കിലും ചെറുപ്പക്കാർക്ക് വേണ്ടേ? അതുകൊണ്ട് പള്ളികളിൽ കൃത്യമായി കല്യാണത്തിന് മുമ്പ് അവർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട നല്ലൊരു ക്ലാസ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. പള്ളികൾ വെറും ബാങ്ക് വിളിക്കാനും നിസ്കരിക്കാനും മാത്രമാക്കിയ പോരാ. പള്ളികൾ ഈ നാടിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ഈ കുറക്കോട് എന്ന് പറയുന്ന ഈ മുള്ളിക്കാടുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഹിന്ദു പട്ടിണി കിടന്നാൽ, ഒരു ക്രിസ്ത്യാനി പട്ടിണി കിടന്നാൽ, ഒരു മുസ്ലിം പട്ടിണി കിടന്നാൽ അവർക്ക് നാളെ എന്ത് സൗകര്യം ചെയ്തു കൊടുക്കാമെന്നതിനെ പറ്റി ആലോചിക്കേണ്ട ഇസ്ലാമിന്റെ ഈ നാടിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് ഈ കാണുന്ന പള്ളി. ആ പള്ളിക്കകത്ത് വെച്ച് ഇവിടത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മദീന പള്ളിയിൽ ഹബീബായ നബി തങ്ങൾ പിരിവെടുത്തിട്ടുണ്ട്. വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ ഒരു പള്ളി എന്ന് പറയുന്നത് കേവലം നമസ്കാരത്തിനും ബാങ്കിനും മാത്രമല്ല. പള്ളികൾ ഒരു നാടിന് ആവശ്യമായ എല്ലാം ഉണ്ടാവണം. അള്ളാഹുവെ, വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോ ഒന്ന് മൂത്രമൊഴിക്കാൻ ഇറങ്ങണമെന്ന് വിചാരിച്ച പള്ളി തുറന്നു കിടക്കും. കക്കൂസൊക്കെ ഗോദ്രജിന്റെ പൂട്ടിട്ടുണ്ടാവും. അതാണ് ഒരാള് എന്തെല്ലാം പ്രതീക്ഷയോടുകൂടി ആ പള്ളി കയറുന്നത്. ഒന്ന് മൂത്രമൊഴിക്കണം, പള്ളിയിലല്ല ബാത്റൂമില് മൂത്രമൊഴിക്കണം, എന്നിട്ട് ഒന്ന് ഒളു ചെയ്യണം, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. ഇതൊക്കെ നമ്മുടെ ആവശ്യമാണ്. അതൊക്കെ നമ്മുടെ പള്ളികളിലെ സൗകര്യം. അതിന് ഒരാളെ നിയമിക്കണം. അള്ളാഹ്ക്ക് പൈസ എന്തിനാണ്? പള്ളിയുടെ പൈസ അള്ളാഹ്ക്ക് എന്തിനാണ്? ഇന്ന് പറയുന്നത് എന്താ? കമ്മിറ്റിക്കാർ പറയുന്നത് പൈസ വലുതായിട്ടൊന്നും പൈസ ഇല്ല. എന്തിനാ പൈസ? അള്ളാഹ്ക്ക് ലാഭം പിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? അള്ളാഹ്ക്ക് നീക്കിയിരിപ്പ് എന്തിനാണ്? ഈ പൈസ പൊതുജനങ്ങൾ കൊടുക്കുന്നത് പള്ളിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ്.
നല്ല ഇമാമിനെ വെക്കണം, നല്ല മുഅദ്ദിനെ വെക്കണം, പള്ളി പരിപാലിക്കാൻ നല്ല അതിന്റെ പിന്നെ ശുചീകരണത്തിന് നല്ലൊരാളിനെ വെക്കണം. പരിശുദ്ധ ഹറമിൽ കണ്ടില്ലേ സഹോദരങ്ങളെ, സൗദി അറേബ്യയുടെ അതിന്റെ 90% റവന്യൂവും ഈ ഹറമുകളുടെ ആ നവീകരണത്തിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരിക്കാൻ. അവിടെ ചെന്ന പരിശുദ്ധ മസ്ജിദുൽ ഹറമിൽ കയറിയാൽ മത്താബ് വരെ നാവ് കൊണ്ടൊന്ന് നക്കി പോകാൻ വേണ്ടി തോന്നും നമുക്ക്. അത്രയും നല്ല ക്ലീനായി കിടക്കാൻ. എത്ര മനോഹരമാണ് അവരുടെ ക്ലീനിങ് തന്നെ. ആ ക്ലീനിങ് തൊഴിലാളികളെ ഒന്ന് തൊടുന്ന തന്നെ എത്ര പുണ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പള്ളികൾ അങ്ങനെ ആക്കണം. ഇത് പള്ളിയിൽ ഒരു സൈഡിൽ പല്ലിത്തീട്ടം കിടക്കുന്ന, ഇവിടെ പിന്നെ കാട്ടിച്ചു വെച്ചിരിക്കുന്ന എന്തൊരു വൃത്തികേടാണ്. ഞാൻ പറയുന്നത് നമ്മുടെ പള്ളികളുടെ ലുക്ക് തന്നെ മാറണം. പള്ളിയിൽ നമ്മൾ കൃത്യമായി പള്ളിയിൽ ആ പള്ളി നമ്മുടെ നാടിന്റെ തന്നെ എല്ലാ കേന്ദ്രവും ആ പള്ളിയാകണം. ഒരു നാട്ടിലൊരു വിഷയമുണ്ടായ പള്ളിയിലാണ് പരിഹരിക്കേണ്ടത്. അത് ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. ഈ പണ്ടുള്ള ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പണ്ടുള്ള ആളുകൾക്കറിയാം പരിഹാരം പള്ളിയിലാണെന്ന്. അവരുടെ നാട്ടിലെ മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരം, കടകളിലെ തർക്കങ്ങളുടെ പരിഹാരം പള്ളിയിലായിരുന്നു. ഇന്ന് പള്ളിയിലെ വിഷയത്തിന്റെ പരിഹാരം കടകളിലാണ് നടക്കുന്നത്. പള്ളിയിലെ ഇമാമിനെ പിരിച്ചു വിടുന്നതിന്റെ ചർച്ച നടക്കുന്ന ചായക്കടയിലാണ്. പണ്ടെങ്ങനായിരുന്നു? പള്ളികളുടെ പുറത്ത് നടക്കുന്ന മുഴുവൻ ചർച്ചകളുടെയും പരിഹാരം പള്ളിയിലാണ്. അതുകൊണ്ടാ പറയുന്നത് പണ്ട് പള്ളിയിൽ പോയി പറയണമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ പള്ളികൾ അങ്ങനെയാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾ നമുക്ക് അനുഗ്രഹീതമാകണം. അതിന് ദുആ ചെയ്യേണ്ടത് നിക്കാഹിന്റെ വേദിയിൽ വെച്ചാകണം ദ്വാരക്കേണ്ടത്. കല്യാണം കഴിക്കുന്ന സമയത്തും അതിനു മുമ്പുമാണ് റബ്ബേ എനിക്ക് തൊയ്യിബത്തായ മക്കളെ തരണേ എന്ന് പറയേണ്ടത്. അല്ലാതെ LKG കൊണ്ടുവന്നാക്കിയിട്ട് ടീച്ചറൊക്കെ മുഖത്തടിച്ചിട്ട് വരുന്ന മക്കളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പടച്ചോനെ ഇനി എത്ര ഏലസ് കിട്ടി കൊടുത്താലും ഈ മിന്നലേറ്റ അടിച്ചു പോകുന്നല്ലാതെ ഒരു രക്ഷയില്ല. ഒരിക്കലും ആ മക്കൾ നന്നാവൂല. നന്നാകേണ്ടത് തുടക്കത്തിലാണ്. അതുകൊണ്ട് ആദ്യമേ നമ്മൾ ദ്വാരക്കണം. അതാണ് സക്കരിയ നബി ദ്വാരന്നത്. നിന്റെ സന്താനം എങ്ങനെയാകണം? ഖാല റബ്ബി ഹബ്ലി മില്ലദുങ്ക ദുരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ, നീ ദുആ കേൾക്കുന്നവനാണ്. അതുകൊണ്ട് എനിക്ക് നീ ഉത്തരം നൽകണേ അല്ലാ, ഉത്തരം നൽകണേ തമ്പുരാനേ. അപ്പൊ വീട്ടിലെ ഭാര്യ മക്കളൊക്കെ തൊയ്യിബത്തായി. അപ്പൊ എന്തൊക്കെയായി? നമ്മുടെ നാടായി, നാട്ടിലെ ഓരോ മണൽത്തരികളായി, നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളായി, നമ്മുടെ വീടായി, നമ്മുടെ ഭാര്യയായി, നമ്മുടെ മക്കളായി. അൽഹംദുലില്ലാഹ്, എല്ലാം തൊയ്യിബത്ത്, എല്ലാം തൊയ്യിബത്തായി. അങ്ങനെ മക്കളൊക്കെ ആകുമ്പോ നമ്മുടെ മനസ്സൊന്ന് മാറും. നമ്മൾ ചിന്തിക്കും, പടച്ചവനെ ഇനി പഴയതുപോലെ കളിച്ചു നടന്നാ പറ്റൂല. ഇനി പഴയതുപോലെ ഞാന് ആളുകളോടൊപ്പം കളിച്ചു നടന്നാ, കൂട്ടുകൂടി നടന്നാ പറ്റില്ല. ഇനി ഞാൻ മേലനങ്ങി പണിയെടുക്കണം. ഇനി ഞാൻ അധ്വാനിക്കണം. എന്റെ മക്കൾക്ക് ആഹാരം കൊടുക്കണം. എന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഇനി അധ്വാനിക്കണം. ആ അധ്വാനം ത്വയ്യിബത്താകണമെന്നാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ. അല്ലാഹ് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബതും മിൻ ത്വയ്യിബാതി മാ കസബതും. നിങ്ങൾ അധ്വാനിച്ചതിൽ നിന്ന് ത്വയ്യിബത്തിന് നിങ്ങളെടുത്ത് ധർമ്മം ചെയ്യണമെന്ന. സഹോദരങ്ങളെ ചിന്തിക്കണേ, നമ്മുടെ അധ്വാന ത്വയ്യിബത്താകണമെന്ന. നമ്മൾ അധ്വാന ത്വയ്യിബത്താകണം. നമ്മൾ ഹലാലായ അധ്വാനം നമ്മളെ ഹലാലായ നിലയിലേക്ക് അധ്വാനിക്കുമ്പോൾ ആ അധ്വാനത്തിന്റെ മഹത്വം എന്തെന്നറിയോ? ഒരൊറ്റ സംഭവം മാത്രം പറയാ. എന്റെ ഏതെങ്കിലും പ്രവാസികൾ ഇത് കേൾക്കുന്നെങ്കിൽ, ഗൾഫ് രാജ്യത്തുള്ള മുഴുവൻ പ്രവാസികളും, എല്ലാ പ്രവാസികളും, ദീനിനോട് മതവിജ്ഞാന വേദികളോട് താല്പര്യമുള്ളവരൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ വിദേശ രാജ്യത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ കിളിക്കൊഞ്ചല്, അവരുടെ കളി, അവരുടെ തമാശ, അവരുടെ കുഞ്ഞിളം ആ ചുണ്ടിൽ നിന്ന് അവരുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ ആ കുഞ്ഞിളം ചിരി, ആ മോണയിൽ പല്ലില്ലാത്ത മോണ കാട്ടിയുള്ള പുഞ്ചിരി, അത് കാണാനുള്ള ഭാഗ്യമില്ലാതെ അങ്ങ് മണലാരുണ്യത്തിൽ പണിയെടുക്കുന്ന പ്രവാസികൾ, ബാപ്പമാര്, അവര് കല്യാണം കഴിഞ്ഞ് 6, 7, 8 മാസം കഴിഞ്ഞപ്പോ യാത്രയായവരാ.
വരാൻ കഴിയുന്നില്ല. അങ്ങനെ അവിടെ നിൽക്കുന്നു. കുട്ടിക്ക് 2-3 വയസ്സായി, എന്നിട്ടും വരാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വന്നാൽ 2-3 മാസം നിൽക്കും. കുട്ടി ഉമ്മാടെ ഒക്കത്ത് നിന്ന് വാപ്പാടെ അടുത്തേക്ക് വരുന്ന സമയമാകുമ്പോ വാപ്പ അടുത്ത യാത്ര തുടങ്ങി അല്ലേ? പെട്ടെന്ന് വന്നോടനെ വാപ്പാന്ന് വിളിച്ചോണ്ട് ചാടൂലല്ലോ മക്കള്. അപ്പം വാപ്പയുമായിട്ട് ഇണങ്ങി വരുന്ന സമയമാകുമ്പോഴേക്ക് വാപ്പാക്ക് അടുത്ത് പോകാനായി. ഒരു ദിവസം താമസിച്ചാൽ പിന്നെ അവന്റെ ജീവിതം അതോടെ തീർന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് 10, 20, 30 വർഷം ഗൾഫിൽ നിന്ന് കല്യാണം കഴിപ്പിച്ച് തിരിച്ച് അവളെ മോളെ കെട്ടിച്ചു വിട്ടു. വീണ്ടും ഗൾഫിലേക്ക് പറന്നു. അവിടെ ചെന്ന് അവസാനം എല്ലാ അസുഖവും പിടിച്ച് വില കൂടിയ വിസ എടുത്ത് പോയവൻ വില കുറഞ്ഞ ഏറ്റവും വില കുറഞ്ഞ വസ്തുവായി, വില കുറഞ്ഞ ഭക്ഷണം കഴിച്ച്, വില കുറഞ്ഞ തുണി ഉടുത്ത്, വില കുറഞ്ഞ മനുഷ്യനായി തിരികെ നാട്ടിലേക്ക് എത്തുമ്പോ ഇത്രയും നാൾ അധ്വാനിച്ചതില് നല്ല നിലയിൽ, എന്നാ ഞാൻ 10-30 കൊല്ലം ഗൾഫിൽ നിന്നല്ലേ, എന്നാ നല്ല വയറ് നിറച്ചെനിക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഏത് ഗൾഫുകാരനാ കഴിക്കുന്നത്? ഗൾഫുകാരന്റെ മുമ്പിൽ ഭാര്യ ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോ പറയും, ഇതൊന്നും എനിക്ക് കഴിച്ചുകൂടാ, ചപ്പാത്തി മാത്രം ഇല്ലേ? മധുരം നന്നായിട്ട് ഉപയോഗിക്കാൻ ഷുഗർ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതൊക്കെ അവിടത്തെ അധ്വാനത്തിൽ നിന്ന് തനിക്ക് കിട്ടിയതിന്റെ ബാക്കി പത്രമാണ് ഷുഗറും ഈ അസുഖങ്ങളൊക്കെ. ഇതെല്ലാം പിടിച്ചിങ്ങ് വന്നു. അപ്പോഴോ മകളും മകളുടെ ഭർത്താവിനോടൊപ്പമാണ്. ആകെ കണ്ടത് എണ്ണി എടുത്താൽ കൃത്യമായി 10-40 ദിവസം മാത്രം കണ്ടിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നും തന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ ഗൾഫുകാരന്റെ ദുനിയാവ് എന്ത് ദുനിയാവാ? കാരണം ഇവിടെ നിന്നാൽ ജോലിയില്ല, വല്ലാതെ പെട്ടുപോകുന്ന ഒരു സമൂഹം. എത്ര ദുആ അപ്പോഴാണ് നമ്മളെ പരാതി എന്താണെന്നറിയോ? അവൻ വന്നിട്ട് അവൻ ഒരു സ്പ്രേ തന്നാൽ എന്താ, അവന് ഒരു കോടാലി തൈലം തന്നാൽ എന്താണ്, ഒരു നഖം വെട്ടി തന്നാൽ എന്താണ്? നമ്മുടെ പരാതിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യവൻ വരുന്നതിന്റെ തലേ ദിവസം 10 രൂപയ്ക്ക് കിട്ടുന്ന ചൈനീസ് മേള പോലുള്ള വലിയ ഷോപ്പിൽ പോയിട്ട് കിട്ടുന്ന പൈസക്ക് പിടിച്ചു വെച്ചതിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരെ ഓർത്തെടുക്കും. എന്റെ വീടിന്റെ അപ്പുറത്താറുണ്ട്, ഇപ്പുറത്താറുണ്ട്, കുട്ടികൾ എത്ര, വലിയവരെത്ര, മുതിർന്നവരെത്ര, പെണ്ണുങ്ങളെത്ര എന്ന് എണ്ണം എടുത്തിട്ട് കൃത്യമായി എണ്ണം എടുക്കണമെങ്കിൽ ഒന്നിനെ വിട്ടുപോയതാണ്. ഇവര് പോയത് ഈ ഈത്തപ്പനെ പിടിച്ച് കുലുക്കിയിട്ട് റിയാല് പറക്കാനല്ലല്ലോ. അവർ പോകുന്ന ആ പ്രവാസികളുടെ കഷ്ടപ്പാട് അറിയണമെങ്കിൽ ഒരിക്കലും നമ്മൾ അവിടെ പോകണം. ഉംറയ്ക്ക് പോകുന്ന സമയത്ത് ഇതേ ജില്ലയിൽപ്പെട്ട ഇവിടെ നിന്ന് 10-12 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു നാട്. ആ നാട്ടില് ഒരു സഹോദരൻ, അതിന് ഉമ്മാന്റെ 1ാമത്തെ ആണ്ടാണ്. ഉമ്മ പോകുമ്പോ മകന് സന്തോഷത്തോടെ യാത്രയാക്കിയ ഉമ്മ പിറ്റേ വർഷം മരണപ്പെട്ടു. 2 കൊല്ലമായി, 1ാമത്തെ ആണ്ട്. അപ്പോ ഉംറയ്ക്ക് ഞാൻ ഉണ്ടെന്നറിഞ്ഞപ്പോ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഒന്ന് ദ്വാരക്കാൻ റൂമിൽ ചോദിച്ചു. അങ്ങനെ ഞാൻ ചെല്ലുമ്പോ ഞാൻ കരുതി അദ്ദേഹം ഇങ്ങനെ പിന്നെ സാധാരണ നമ്മൾ ഇവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പിന്നെ ആണ്ടിന് പോകുന്നത് പോലെ പിന്നെ ഇങ്ങനെ കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ? ഞാൻ ഇപ്പൊ വരാം ഉസ്താദ് എന്ന് പറഞ്ഞു. നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ജോലിയുടെ ഇടയിൽ നിന്ന് ഒരു അരമണിക്കൂർ അദ്ദേഹം അവധി പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങി വരിക, കുറച്ച് പിന്നെ ഫുഡും വാങ്ങിക്കൊണ്ട്. വന്നപ്പോൾ അദ്ദേഹത്തിന്റെ റൂമില് ഒരു വലിയ പേപ്പർ എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. എന്താണെന്നറിയോ? അവിടെ 3 കട്ടിലാണ്, ഒരു കട്ടിലിന് 4 പേരാണ്. അങ്ങനെ 12 പേര് കിടക്കുന്ന ഒരു ചെറിയ കെട്ടിടം, ഒരു ചെറിയ റൂം. ആ 12 പേര് ഒരു കട്ടിലിന് മുകളിലും താഴെയായിട്ട് ബർത്ത്. ട്രെയിനിന്റെ അവസ്ഥ പോലെയാ അങ്ങനെ കിടക്കുന്നത്. മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ പോലും മുകളിൽ നിർത്തും, താഴോട്ട് ഇറങ്ങൂല. കാരണം എന്താ? കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് വന്ന് കിടക്കുക. താഴോട്ട് ഇറങ്ങുന്നതിന്റെ കൂട്ടത്തിൽ താഴെ കിടക്കുന്നവൻ ഉണർന്നാലോ അന്നത്തെ കാര്യം, അവന്റെ കാര്യം പോയി, കാരണം ഉറക്കം പോയി. അതുകൊണ്ട് അവിടെ കടിച്ച് പിടിച്ച് അവിടെ കഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു പ്രവാസി. ആ പ്രവാസി പാവപ്പെട്ട ആ സഹോദരന്റെ റൂമിൽ ഒരു പേപ്പറിൽ ഒട്ടിച്ചിരിക്കുന്നു, കക്കൂസ് വൃത്തിയാക്കേണ്ടവർ. ഇങ്ങനെ പേരെഴുതിയിട്ടിരിക്കുക. ഓരോ ദിവസം അങ്ങനെ റൗണ്ട്സ് ഇങ്ങനെ കറങ്ങി വരും അല്ലേ? എന്നിട്ട് റൂം വൃത്തിയാക്കേണ്ടവർ, പാചകം ചെയ്യേണ്ടവർ, ഇങ്ങനെ ഓരോ ലിസ്റ്റ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അവരുടെ ഗൾഫിന്റെ അത്തർ, അവരുടെ ഊതിന്റെ മണം നാട്ടി വരുമ്പോഴേ ഉള്ളൂ കൂട്ടരെ, നാട്ടിൽ വരുമ്പോഴേ ഉള്ളൂ. നിന്റെ ഭർത്താവ് പുറത്തിറങ്ങുമ്പോൾ വിദേശ പെർഫ്യൂം അടിച്ചുകൊണ്ട് ഇറങ്ങുന്ന ആ മണമുണ്ടല്ലോ, അത് ഈ നാട്ടിൽ വരുമ്പോഴേ ഉള്ളൂ.
വിദേശത്ത് പോയാ നിന്റെ ഭർത്താവിന്റെ ദുർഗന്ധം കാരണം നിനക്ക് അടുക്കാൻ പറ്റില്ല. കാരണം അത്രയും അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ചെറിയ പെർഫ്യൂം വാങ്ങിക്കൊണ്ടുവരുന്നത്. ഈ പ്രവാസികൾ, ഞാൻ പറഞ്ഞു വന്നത്, ഇതിനിടയിലും ഇതുപോലുള്ള സദസ്സുകൾ, പ്രസംഗം കേൾക്കുന്ന ആളുകളുണ്ട്. ഇന്നലെ ഞാൻ കർണാടകയില്, ദക്ഷിണ കന്നഡ ജില്ലയില് സൽമാറ എന്ന പ്രദേശത്താണ് ഇന്നലെ ഈ സമയത്ത് ഞാൻ പ്രസംഗിച്ചത്. അവിടെ പ്രസംഗം കഴിഞ്ഞ് രാവിലെ ഞാൻ അവിടെ നിന്ന് രാത്രി തന്നെ രാവിലെ അവിടെ നിന്ന് തിരിച്ചു ഞാൻ ഇവിടെ വന്നു. ഞാൻ പറയുന്നത്, ഇങ്ങനെ വരുമ്പോ ഒരു സഹോദരൻ, പ്രവാസിയായ സഹോദരൻ, അതെനിക്കൊരു മെസ്സേജ് അയച്ചു. ഉസ്താദെ, ഇന്നലെ തിരക്കിനിടയിൽ പകുതിയെ കേൾക്കാൻ പറ്റുള്ളൂ, ബാക്കി പകുതി ഇന്ന് രാവിലെ കേട്ടു, അൽഹംദുലില്ലാ പ്രസംഗം കേട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് പ്രസംഗം കേൾക്കുന്ന എന്റെ പ്രവാസികളുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ ഹദീസാ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാ. ഇവിടെ വളയം പിടിച്ച് ജീവിക്കുന്നവരില്ലേ, ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നവരില്ലേ, ഇവിടെ മൺവട്ടിയും മൺകോരിയും കുന്താലിയും പിക്കാസും എടുത്ത് പാടത്ത് പണിയെടുക്കുന്നവരില്ലേ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങളെ പൊറുപ്പിക്കപ്പെടാൻ നമസ്കാരത്തിന് കഴിയും, നോമ്പിന് കഴിയും, സക്കാത്തിന് കഴിയും, ഹജ്ജിനും ഉംറയ്ക്കും നിങ്ങളുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ കഴിയും. നമസ്കാരം കൊണ്ടും ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടും പൊറുക്കാത്ത ചില പാപങ്ങളുണ്ട്. ആ പാപങ്ങളെ പൊറുപ്പിക്കാൻ ദുനിയാവിൽ അല്ലാഹു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് അൽ ഹമ്മു. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതിന്റെ പേരിൽ നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്ന, നിങ്ങൾ നാളെ റബ്ബേ പണി കിട്ടുമോ, പണിയെടുത്താൽ കൂലി കിട്ടുമോ എന്ന നിങ്ങളുടെ മനസ്സിന്റെ വ്യാകുലത ഉണ്ടല്ലോ, ആ മനസ്സിന്റെ ടെൻഷൻ, അത് ഹജ്ജ് കൊണ്ടും നോമ്പ് കൊണ്ടും പൊറുക്കപ്പെടാത്ത ചില പാപങ്ങളെ പൊറുപ്പിക്കാൻ നിങ്ങൾക്ക് ഈ മനസ്സിലെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോഴുള്ള നിങ്ങളുടെ മനസ്സിന്റെ ടെൻഷന് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തീരുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് നിസ്കാര തഴമ്പുള്ള ഒരു മുസൽമാന്റെ, ഒരു സഹാബിയുടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്ത ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. നോമ്പ് പിടിച്ച് ചുണ്ട് വരണ്ടുണങ്ങി തൊണ്ട പൊട്ടിപ്പോയ ഒരു സഹാബിയുടെ ചുണ്ടിൽ ചുംബനം കൊടുത്ത കാരുണ്യത്തിന്റെ തിരുദൂതരുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. നബിതങ്ങൾ നടന്നു വരുമ്പോൾ ഒരു സഹാബി കയ്യിൽ എന്തോ കരുതി വെച്ചിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു, മൺവട്ടിയാ നബിയെ. എവിടെ പോയി പ്രിയപ്പെട്ട സഹാബിയോട് ചോദിച്ചു, ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി പണിയെടുക്കാൻ പോയതാ. ആ കൈ ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ തഴമ്പ്, കായ്പ് ഇങ്ങനെ കായ്ച്ചു കിടക്കുക ആ കൈ പിടിച്ചിട്ട് നബിതങ്ങൾ ആ കയ്യിൽ മുത്തം കൊടുത്തു. എന്നിട്ട് ആ കൈ പിടിച്ചിട്ട് സഹാബത്തിന്റെ നേരെ കാണിച്ചിട്ട് പറഞ്ഞു, സ്വർഗം കൈ നീട്ടി വാങ്ങുന്ന കൈ കാണണോ? ഈ കൈ അങ്ങനത്തെ സ്വർഗം വാങ്ങുന്ന കൈയാ. അധ്വാനിക്കുന്നവന്, കഷ്ടപ്പെടുന്നവന് അള്ള കൊടുക്കുന്ന കൂലി, എന്ത് നല്ല കൂലി അള്ള തരിക. നമ്മൾ തെങ്ങിൽ കയറുമ്പോ, വളയം പിടിക്കുമ്പോ, നമ്മൾ ഹാൻഡിൽ പിടിക്കുമ്പോ, നമ്മൾ കുന്താലി കൊണ്ട് കിളക്കുമ്പോ, നമ്മൾ എന്ത് ജോലിയാണോ, ഒരു ബിസിനസ് നടത്തി, ഒരു കച്ചവടം, ഒരു ചെറിയ സ്റ്റേഷനറി കട നടത്തി, ഒരു ചായക്കട നടത്തി, ആ സമയത്ത് ആളുകൾ വരുമ്പോൾ നമ്മൾ തൂക്കി കൊടുക്കുന്നു, പൈസ വാങ്ങിയിടുന്നു, ചായ ഒഴിച്ചു കൊടുക്കുന്നു. ഈ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഹോട്ടൽ നടത്തുമ്പോൾ ആ പാകം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലടിക്കുന്ന ചൂടുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ പാപം അങ്ങനെ പുറത്തോണ്ടിരിക്കുകയാണ്. ഇതെന്തിനായാൽ അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ സമ്പാദിച്ചുകൊണ്ട് കുടുംബത്തിനെ പോറ്റാനാണെങ്കിൽ ആ സമ്പാദ്യം അത് ത്വയ്യിബത്താകണം. അള്ളാഹു അത്രയും പ്രതിഫലം ആ കാര്യത്തിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കുന്ന അധ്വാനവും അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, ഓ വിശ്വാസികളെ, അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാ കസബ്തും, നിങ്ങൾ അധ്വാനിക്കുന്നതിൽ നിന്ന് ഏറ്റവും നല്ലത് നിങ്ങൾ സദഖ കൊടുക്കുക, എങ്കിലേ അല്ലാഹ് സ്വീകരിക്കുള്ളൂ. ആദ്യം നേർച്ച കൊടുത്താരെന്നറിയോ? ആദ്യം നേർച്ച കൊടുത്താരാ? ആദ്യം നേർച്ച അർപ്പിച്ചതാരാ? ആദം നബി അലൈഹിസ്സലാമിന് ഹവ്വാ റളിയല്ലാഹു തആല അന്നയ്ക്കും കൂടി മക്കൾ അല്ലാഹു തആല കൊടുത്ത എത്രയെന്നറിയോ? എത്ര കൊടുത്തു? ആദ്യത്തെ പ്രസവത്തില് ഒരാണും ഒരു പെണ്ണും, അടുത്ത പ്രസവത്തിൽ ഒരാണും ഒരു പെണ്ണും. അള്ളാഹുവിന്റെ തീരുമാനം വന്നു, ആദ്യത്തെ പ്രസവത്തിലെ ആണ്, രണ്ടാമത്തെ പ്രസവത്തിലെ പെണ്ണിനെ കല്യാണം കഴിക്കണം. ഇനിയിപ്പോ എല്ലാ മനുഷ്യരെയും ഹവ്വാ ബീവിക്ക് പ്രസവിക്കാൻ പറ്റൂലല്ലോ, സന്താന ഉൽപാദനമല്ലേ. അപ്പൊ അതുകൊണ്ട് മക്കളിലൂടെ ഇനിയും സന്താനങ്ങൾ ഉണ്ടാക്കട്ടെ. 20 മക്കളാണ്.
20 മക്കളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങൾ വീണ്ടും സന്താനോൽപാദനം നടത്തി. അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ മനുഷ്യരുണ്ടായത്. മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാവരും. അപ്പൊ ഈ വിവാഹത്തില് സുന്ദരിയായ തന്നോടൊപ്പം ജനിച്ച പെണ്ണിനെ തനിക്ക് വേണമെന്നൊരു ആഗ്രഹം തോന്നി. എന്നാൽ അള്ളാന്റെ നിയമം വന്നു, ഇല്ല, നിന്റെ കൂടെ പ്രസവിക്കപ്പെട്ട പെണ്ണിനെ നീ കെട്ടാൻ പറ്റൂല, അടുത്ത പ്രസവത്തിലുള്ള പെണ്ണിനെ നീ കെട്ട്, നിന്റെ കൂടെ പ്രസവിക്കപ്പെട്ട പെണ്ണിനെ അവനും കല്യാണം കഴിക്കട്ടെ. അങ്ങനെ കാബീല് പറഞ്ഞു പറ്റില്ല. ഹാബീല് അനുസരണയുള്ള അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനും കാബീല് ധിക്കാരിയായ മോനുമായിരുന്നു. കുടുംബത്തിൽ അങ്ങനെ ഒരെണ്ണം കാണുമല്ലോ ഇവിടെ. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ തീരുമാനം വന്നു, ആ മകളെ വിവാഹം കഴിക്കാൻ, അല്ലെങ്കിൽ തന്റെ കൂടപ്പറപ്പിനെ സുന്ദരിയായ പെണ്ണിനെ അവൻ തട്ടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ കൊല നടക്കാൻ. ആദ്യത്തെ കൊല നടന്നത് എവിടെയാ? ആദ്യത്തെ മനുഷ്യൻ തന്നെ കൊല ചെയ്തു. അതും എന്തിനാണ്? പെണ്ണിന് വേണ്ടി. അതും എന്തിന്? അസൂയയുടെ പേരിൽ. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ തീരുമാനം വന്നു, നിങ്ങൾ ഖുർബാന അർപ്പിക്കും, നേർച്ച അർപ്പിക്കും. ഖുർബാൻ എന്ന് ഖുർആൻ പറഞ്ഞതാ. ഇത് ഖറബ ഖുർബാൻ, അങ്ങനല്ലേ സാർ? ഖുർബാൻ എന്ന് അള്ളാഹ് പറഞ്ഞ വാക്കാ. അപ്പൊ ഖുർബാന അർപ്പിക്കണം. കാബീലിന്റെ ജോലി എന്തെന്നറിയോ? പച്ചക്കറി പിന്നെ കൃഷി ചെയ്യുക, അതാണ്. ഹാബീലിന്റെ ജോലി ആട് കൃഷിയാണ്, ആടിനെ പരിപാലിക്കുക എന്നുള്ള ജോലിയാണ്. ഹാബീൽ എന്ത് ചെയ്തു? ഖുർബാന വെക്കുക, നിങ്ങൾ രണ്ടും നേർച്ച നടത്തുക. ആടെ നേർച്ച സ്വീകരിക്കോ, അവർക്ക് ആ പെണ്ണിനെ കെട്ടാം. അപ്പൊ എന്ത് ചെയ്തു? ഹാബീല് നല്ല ഒരാടിനെ നോക്കി, ആ തന്റെ ആട്ടിൻ പറ്റങ്ങളിൽ നല്ല ഒരാടിനെ നോക്കിയിട്ട് ആ ആടിനെ നേർച്ചയർപ്പിച്ചു. രണ്ടാമത് കാബീൽ എന്ത് ചെയ്തു? നേർച്ചയല്ലേ, ഞാൻ തിന്നുന്നതല്ലല്ലോ, മറ്റുള്ളവർക്ക് കൊടുക്കണേല്ലേ. തൊയ്യിബത്തല്ലാത്ത പച്ചക്കറിയില് ചീഞ്ഞു നാറിയ വെണ്ടയ്ക്ക, നശിച്ചു തീരാറായ അമരയ്ക്ക, ഇതെല്ലാം കൊണ്ടുവന്ന് നേർച്ചയർപ്പിച്ചു. സ്വീകരിച്ചത് ഹാബീലിന്റെ ആട്, അള്ളാഹു തള്ളിയത് കാബീലിന്റെ പച്ചക്കറി. തൊയ്യിബത്തല്ലാത്തതിനെ അള്ളാഹ് തള്ളി, തൊയ്യിബായതിനെ അള്ളാഹ് സ്വീകരിച്ചു. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നേർച്ച, ഈ ധനം ചെലവഴിച്ചതിൽ ഏറ്റവും നല്ലതിനെ അള്ളാഹ് സ്വീകരിച്ചു. അതാണ് അള്ളാഹ് പറഞ്ഞത് അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബതും. നിന്റെ സമ്പാദ്യത്തിൽ നിന്നും നല്ലതാണ് ചെലവഴിക്കേണ്ടത്. നിന്റെ സമ്പാദ്യം നല്ലതാകണം, നീ ചെലവഴിക്കുന്നത് നല്ലതാകണം. അതുമായി, സമ്പാദ്യവുമായി എന്റെ പ്രിയപ്പെട്ടവരെ ഇനി കഴിക്കണമല്ലോ. ആ കഴിക്കുന്ന വിഷയത്തിൽ ഇവിടെ മാത്രമാണ് നമ്മുടെ ചർച്ചയുള്ളത്. ഈ പറയാൻ പോകുന്ന വിഷയത്തിൽ മാത്രമാണ് ചർച്ചയുള്ളത്. 2 മണിക്കൂറായി, 10 മിനിറ്റ് കൂടെ പറയും ഇൻഷാ അല്ലാഹ്. ശ്രദ്ധിക്കുന്നു, അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. എന്താ പറഞ്ഞത്? അല്ലാഹ് പറയുകയാണ്, യാ അയ്യുഹന്നാസു ഖുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ. ജനങ്ങളെ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ. നിങ്ങൾക്ക് തന്നതിൽ ഹലാലായ ത്വയ്യിബായതിനെ നിങ്ങൾ കഴിക്കണേ. അല്ലാഹു പറയുകയാണ്, ഹലാലായതിനെ നിങ്ങൾ കഴിക്കണേ. ഹലാലായതിനെ മാത്രമേ നമുക്ക് കഴിക്കാൻ പാടുള്ളൂ, ഹറാമായതിനെ കഴിക്കാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇത് മുസ്ലിങ്ങളെ വിളിച്ച് പറഞ്ഞതല്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹൈന്ദവ സഹോദര, നീ എന്താണ് കഴിക്കേണ്ടത്? ക്രൈസ്തവ സഹോദര, നീ എന്താണ് കഴിക്കേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനു എന്നല്ല വിളിച്ചത്. യാ അയ്യുഹന്നാസു, മനുഷ്യരെ, ചുടുനിണ സിരകളിലൂടെ ഓടുന്ന മൂക്ക് കീപ്പോട്ടുള്ള മനുഷ്യരെ, ആദമിന്റെ മക്കളെ, കൊലോ, നിങ്ങൾ തിന്നണേ, മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ. പരിശുദ്ധമായ ഹലാലായതിനെ നിങ്ങൾ തിന്നണേ എന്ന് പറഞ്ഞാൽ ഉസ്താദും മന്ത്രിച്ച് ഊതിയതെന്നല്ല അർത്ഥം. പിന്നെന്താണ്? നിങ്ങളെ ഹലാലായ ത്വയ്യിബായത് കഴിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പിടിച്ചു പറിക്കാത്ത സാധനമെന്ന്. ഏതെങ്കിലും മൃഗങ്ങൾ കുത്തിയിട്ടിട്ട് പോയി മരിച്ചു പോയതല്ലാത്തത്, പോണ പോക്കിൽ വണ്ടി കയറി ഇറങ്ങിയിട്ട് ചത്തതല്ലാത്തത്, ആരുടെയും വീട്ടിൽ കയറി അവന്റെ ഫാം കയറിയിട്ട് അവനെ കാണാതെ പിടിച്ചു കൊണ്ടുവന്ന ആടല്ലാത്തത്.
നല്ല നിലയിൽ അറുത്ത്, നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടറുത്ത് അതിന്റെ രക്തം മുഴുവനും വാർന്നുപോയി. അതിനെ നന്നായിട്ട് കഴുകി വൃത്തിയുള്ള ഭക്ഷണം ആ വൃത്തിയുള്ള പാത്രത്തിൽ വേവിച്ച് നല്ല മനോഹരമായ ത്വയ്യിബത്തായ ഭക്ഷണം നിങ്ങൾ കഴിക്കണമെന്ന് ഖുർആൻ എല്ലാ മനുഷ്യരോടും അത് പറയുമ്പോൾ കഴിക്കുന്നതും എന്റെ പ്രിയപ്പെട്ടവരെ ത്വയ്യിബത്താകണം, കഴിക്കുന്നതും പരിശുദ്ധമാകണം. സഹോദര, അങ്ങനെ കഴിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും ത്വയ്യിബാകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതവും ത്വയ്യിബാകണം. എങ്ങനെയാകണമെന്ന് അല്ലാഹ് പറയുകയാണ്, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മൻ അമില സാലിഹൻ, ആര് സൽക്കർമ്മം ചെയ്യുന്നുണ്ടോ, മിൻ ദക്കരിൻ, ആണാകട്ടെ, ഉൻസാ, പെണ്ണാകട്ടെ, അവർ സൽക്കർമ്മം ചെയ്യുന്നുണ്ട്. സൽക്കർമ്മം മാത്രം ചെയ്താ പോരാ. എത്ര എംപിമാര് നോമ്പ് പിടിക്കുന്നുണ്ട്, എത്ര MLA-മാര് നോമ്പ് പിടിക്കുന്നുണ്ട്. അമൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഒരു ഡിമാൻഡ് കൂടിയുണ്ട്, മന അമില സാലിഹൻ, ആരെങ്കിലും സൽപ്രവൃത്തി ചെയ്താലും ദക്കരിന്, ആണാകട്ടെ, ഉൻസാ, പെണ്ണാകട്ടെ, വഹുവ മുഅ്മിനുൻ, അവൻ സത്യവിശ്വാസിയാണെങ്കിൽ, അവൻ അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബാ, അവന് ഞാൻ നല്ല ജീവിതം കൊടുക്കുന്നതാണ്, നല്ല ജീവിതം അവന് കൊടുക്കുന്നതാണ്.